2025 നടന്ന പിയൂൺ അറ്റൻഡറിൻ്റെ മെയിൻ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുമായിട്ടാണ്. അതായത് 2024 നോട്ടിഫിക്കേഷൻ വെച്ച് വിളിച്ച് 2025 ഇതിൻ്റെ മെയിൻ എക്സാമിനേഷൻ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലായിട്ടാണ്. നമുക്ക് ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതുക. അപ്പോൾ ഫസ്റ്റിലെ നടന്നത് വൈക്കം സത്യാഗ്രഹമാണ്, രണ്ടാമത് ഈഴവ മെമ്മോറിയൽ, മൂന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയൻ സത്യാഗ്രഹം. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൈക്കം, പിന്നീട് ഈഴവ മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയൻ സത്യാഗ്രഹം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ അഥവാ സി ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കഴ്സണിനാണ്. ഇനി ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രം സാബം വക്കൽ അബ്ദുൽ ഖാദർ മൗലവി. ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയാണ്. അപ്പോൾ ഇത് മൂന്നും ശരിയാണ്. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം ആരംഭിച്ചത്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരായിരുന്നു? DK കാർവെയാണ്. DK കാർവെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഏത് വർഷമാണ്? 1916. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? ചോരിചോര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ചു നടന്ന സമ്മേളനത്തിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ബോംബെയിൽ നടന്ന സമ്മേളനത്തിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിക്കാൻ കിട്ടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഹൈക്കോടതിയാണ് കേട്ടോ. ഹൈക്കോടതിയാണ് ആർട്ടിക്കിൾ 226 പ്രകാരം മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സമീപിക്കാൻ സാധിക്കുന്നത്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61 ഭേദഗതി. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറൻറ്റ് ലിസ്റ്റിൽ. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു ഒരു സ്ഥിരം സഭയാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയുമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് എന്നാണ്? 2025 മെയ് 2-നാണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? JD വാൻസ് ആണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റാണ് JD വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവച്ച മലയാളി ഏതാണ്? VP മേനോനാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാർ ഒപ്പിട്ടത്? ചൈനയുമായിട്ടാണ്. ചൈനയുമായിട്ട് ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1954. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏത് വർഷമാണ്? 1956 കേട്ടോ. അതിന് നേതൃത്വം നൽകിയ കമ്മീഷൻ ഏതൊക്കെയാണ്? ഫസൽ അലി കമ്മീഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ.
ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായത് എഴുതുക. ഹിരാക്കുഡ് നദി മഹാനദിയിലാണ്. സർദാർ സരോവർ പദ്ധതി നർമ്മദ നദിയിൽ. കൃഷ്ണരാജ സാഗർ കാവേരിയിലും നിസാം സാഗർ ഗോദാവരിയിലുമാണ്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയറാണ് അഗസ്ത്യമല. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ ഏതാണ്? അഗസ്ത്യമലയാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. പുനർഗേഹം പദ്ധതിയുടെ ഉപഭോക്താക്കളാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് കൊല്ലം ചെങ്കോട്ട. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനായതാണ് കൊല്ലം മുതൽ ചെങ്കോട്ട വരെയുള്ളത്. ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തതായിട്ടുള്ളത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു, നിരപ്പായ താഴ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നു. ഇത് രണ്ടും തെറ്റാണ്. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാലയത്തിലാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളുമാണ്. ഓക്കെ. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരമാണ്. ഓക്കെ. ബ്രഹ്മപുരം. നാഫ്ത ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എവിടാണ്? കായംകുളത്താണ് നാഫ്ത. ഡീസൽ ബ്രഹ്മപുരത്ത്. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പാമ്പാടുംചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. 2003 ദേശീയോദ്യാനമായ ഇതാണ് മതികെട്ടാൻചോല. നീലഗിരി താറുകൾ കാണപ്പെടുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. നീലഗിരി കുന്നുകൾ കാണപ്പെടുന്നത് സൈലൻറ്റ് വാലിയിലും. ഓക്കെ. ലോകത്തിലെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാതമായ ഉഷ്ണക്കാറ്റിന് ഏതു പേരിൽ അറിയപ്പെടുന്നു? ലൂ. പെരിയാർ നദിയെക്കുറിച്ച് അവിടെ കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി അന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാർ ടൈഗർ റിസർവ് എന്നായിരുന്നു. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ആദ്യകാല പേരെന്താണ്? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറയാണ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികളിൽ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് കരേവാസ് മണ്ണ്. അപ്പോൾ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരേവാസ് മണ്ണാണ്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായത് തിരിച്ചറിയുക. കല്ലടയാടിൻ്റെ പതന സ്ഥലമാണ് മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. ഇത് രണ്ടുമാണ് തെറ്റ്. ശരിയായിട്ടുള്ളത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ട് കായലിലാണ്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാറിൽ നടന്ന ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നടത്താൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖമാണ് നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖമാണ് നീണ്ടകര. കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയുമാണ്.
ഇനി അടുത്തൊരു ചേരുംപടിയാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയിലാണ്. ബൂവർ യുദ്ധം. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ട് രക്തരഹിത വിപ്ലവവും ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ഇത് രണ്ടുമാണ് ശരിയായത്. കോഴിക്കോടിനെക്കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോകില സന്ദേശമാണ്. കോഴിക്കോടിനെക്കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യമാണ് കോകില സന്ദേശം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുറമെ ഭൂവൽക്കം, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാൻഡിൽ, അതിന് താഴെയായിട്ട് പുറക്കാമ്പ്, പിന്നെ അകക്കാമ്പ്, അങ്ങനെയാണ്. ഓക്കെ, ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ മാത്രമായി ചില അധികാരങ്ങളുണ്ട്. തെറ്റാണ്. സംസ്ഥാന സർക്കാർക്ക് മാത്രമായിട്ട് അധികാരമില്ല കേട്ടോ. സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം കൂടെ വേണം. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമേ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും. ഇല്ല, ദേശീയ പൗരത്വം എന്ന് പറയുന്നത് ദേശീയ പൗരത്വം മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്തിന് ഒരു പൗരത്വമൊന്നുമില്ല. അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. ശരിയാണ്. മൗലിക അവകാശങ്ങളുമുണ്ട്, മൗലിക കടമകളും ഉണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. തെറ്റാണ്. ഭരണാധികാരികൾക്ക് മേൽ നിയന്ത്രണമുണ്ട്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 1, 4, 6 എന്നുള്ളതാണ്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏതു മേഖലയിൽ പ്രശസ്തമാണ്? ചലച്ചിത്ര രംഗത്ത്. 2025 അന്തരിച്ച വാൽ മിൽഖർ ചലച്ചിത്ര രംഗത്ത് പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്. 2024 മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിന്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സാറാ ജോസഫ്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഫംഗസ് വിഭാഗത്തിലാണ്. കരിമ്പൻ ഫംഗസ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. നാഗവതി വെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം. നാഗവതി വെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക്. നാഗപതിവക്കൽ. ഓക്കെ, നാഗപതിവക്കൽ. ലെയറിങ് നാഗപതിവക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക്. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലത്തിനെ സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം. ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ സി. സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാർ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വാഹനങ്ങളിൽ റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. 2ഉം 4ഉമാണ് ശരി. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ എന്നുള്ളതാണ് ശരി. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ളത്.
താഴെ പറയുന്ന പദാർത്ഥങ്ങൾ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? കലാമിൽ നിന്നാണ് സിങ്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏതു മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1. ഹെൻറി കാവൻഡിഷ് ആണ് മൂലകം കണ്ടെത്തിയത്. ഹൈഡ്രജനാണ്. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഇത് മൂന്നും ശരിയാണ്. താപം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലവും പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം ഇല്ലാതെയും താപത്തെ കൈമാറുന്നുണ്ട്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെയും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തമാണ്? ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടുപിടുത്തമാണ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ സമീർ വി കാമത്ത്. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏതു വിഭാഗത്തിൽപ്പെടുന്നു? പ്രോട്ടോസോവയാണ്. മലമ്പനി രോഗകാരിയ പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമോണല്ല ടൈഫി. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമോണല്ല ടൈഫിയാണ്. ഓക്കെ, വൈഡൽ പരിശോധന സാൽമോണല്ല ടൈഫിയെ തിരിച്ചറിയാനാണ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശമാണ് മോണോസൈറ്റ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശത്തിനെ അറിയപ്പെടുന്നതാണ് മോണോസൈറ്റ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയമാണ് 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് ലെപ്റ്റോസ്പൈറ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ BCG. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേര് BCG. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ അളവ് 9 തൊട്ട് 11 mg. 9 to 11 mg. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് 9 to 11 mg. ഗ്ലൂക്കോസിൻ്റെ അളവോ 80 to 120 ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളി മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളി മെനിഞ്ചസ്. മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം K. മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം K. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ D. ലോക ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ E. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അമേബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി നെയ്ഗ്ലേരിയ ഫൗലേരി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരിയാണ് നെയ്ഗ്ലേരിയ ഫൗലേരി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാരയ്ക്കാണ്. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച ആരോഗ്യ പദ്ധതിയാണ് ആശാധാര. നെക്സ്റ്റ് മാത്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ആൻസേഴ്സും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. PC എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയാശംസകൾ.